വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ശാലോം പ്രേക്ഷകരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും അഭിഷേകത്താലും കൃപയാലും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരുവാൻ ഇടവരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശക്തിയാണ്, ദൈവവചനം അഭിഷേകമാണ്, ദൈവവചനം ഒരു ആയുധമാണ്. ദൈവവചനത്തിൻ്റെ ആ വലിയൊരു ശക്തി, അഭിഷേകം, അഗ്നി നമ്മളിൽ കത്തിപ്പടരുവാൻ ഈ വചന ശുശ്രൂഷകൾ നിങ്ങളെ ഏറെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഇങ്ങനെ ചെയ്താൽ പിശാച് നിന്നെ തൊടുകയില്ല. എങ്ങനെ ചെയ്താൽ, അതാണ് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം. ധ്യാനത്തിന് ആധാരമായി ഇന്ന് നമ്മൾ എടുക്കുന്ന ദൈവവചനം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം. തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന് വിധേയപ്പെടുവിൻ, സാത്താനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഈ തിരുവചനം വളരെ മനോഹരമായ, വളരെ ആഴപ്പെട്ട ഒരു തിരുവചനമാണ്. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് വിധേയപ്പെടുവിൻ. പിശാച് നമ്മളെ വിട്ടുപോകുവാൻ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവൃത്തി എന്താണ് എന്ന് അവിടെ പറയുകയാണ്. ആയതുകൊണ്ട് ആ ആദ്യത്തെ ആപ്തവാക്യമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായിട്ടെടുക്കുക. ദൈവത്തിന് വിധേയപ്പെടുക. പിശാച് നിങ്ങളെ വിട്ടുപോകണമോ? പിശാച് നിങ്ങളിൽ നിന്ന് അകന്നു പോകണമോ? പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ഇരിക്കണമോ? പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കണോ? എന്തു ചെയ്യണം? നാം, പ്രിയമുള്ളവരെ, ദൈവത്തിന് വിധേയപ്പെടുന്നവരായി നമ്മൾ മാറുക. ദൈവത്തിന് വിധേയപ്പെട്ടാൽ, ദൈവത്തിൻ്റെ വിധേയത്വത്തിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ, ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ പിശാചിന് വരാൻ തന്നെ ഒന്ന് പേടിക്കണം. അവൻ ഭയപ്പെടും. 2 വട്ടം ചിന്തിക്കും അവൻ, ഇവൻ്റെ കൂടെ ഇവനെ പ്രലോഭിപ്പിക്കാൻ പോകണോ വേണ്ടയോ എന്ന്. ഹല്ലേലൂയ. അതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രലോഭനങ്ങളും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകുന്നത്, ഇനി ചേർത്ത് നിൽക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കെപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. പലരുടെയും കൂടെ എപ്പോഴും പിശാചുണ്ട്.
വല്ലപ്പോഴും അല്ല, എപ്പോഴും ഉണ്ട് ചിലരുടെ കൂടെ പിശാച്. എന്തുകൊണ്ടാണ്? അവനെപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ തിരുവചനം എന്താണ് പഠിപ്പിക്കുന്നത്? ദൈവത്തിന് വിധേയപ്പെടുവിൻ. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണിത്. ദൈവത്തിന് വിധേയപ്പെടുന്ന, ദൈവത്വത്തിൻ്റെ കീഴിൽ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കീഴിലേക്ക്, ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക്, ദൈവകൃപയുടെ കീഴിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ തൊടാൻ പിശാചിന് പറ്റുകയില്ല. ദൈവത്തിന് വിധേയപ്പെടുവിൻ, അപ്പോൾ പിശാച് നിനക്ക് വിധേയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് ആർക്കാ വിധേയപ്പെടുന്നത്? ദൈവത്തിന് വിധേയപ്പെടാതെ, അഥവാ ദൈവവചനത്തിന്, ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെടാതെ നടക്കുന്നവരുടെ പിന്നാലെ പിശാച് കാണും. അവൻ പറഞ്ഞാലൊന്നും പിശാച് പോകുകയില്ല. പിശാചെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ പോകുകയില്ല. കാരണം അവൻ വചനത്തിൻ്റെ കീഴിലല്ല, ദൈവ ഇഷ്ടത്തിൻ്റെ കീഴിലല്ല, ദൈവ നിയമത്തിൻ്റെ കീഴിലല്ല, ദൈവകൃപയ്ക്ക് കീഴിലല്ല അവൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ആര് വിധേയപ്പെടുന്നു അവന് സാത്താൻ വിധേയപ്പെടും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, സാത്താൻ്റെ മേൽ നിങ്ങൾക്കൊരു ജയം നേടണോ? അന്ധകാര ശക്തിയുടെ മേൽ നിങ്ങൾക്കൊരു ജയം നേടണോ? അനുദിന ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളുടെ മേൽ നിങ്ങൾക്കൊരു ജയം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ദൈവത്തിന് വിധേയപ്പെടുക. ദൈവത്തിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തിക്ക് സാത്താൻ വിധേയപ്പെടും. ഹല്ലേലൂയ. കാരണം ഇവൻ അധികാരത്തിൻ്റെ കീഴില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് വിധേയപ്പെടാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സാത്താനെ കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മേളിലുള്ള ഓഫീസറിനെ നമ്മൾ അനുസരിച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നയാളാണെന്ന് വിചാരിക്കുക, വലിയൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു മാനേജരുണ്ട്. ആ കമ്പനിക്കൊരു ഒരു ബോസുണ്ട്, മാനേജറുണ്ട്. ആ മാനേജറിനെ നമ്മൾ അനുസരിച്ചാലേ നമുക്ക് കീഴിലുള്ളവർ നമ്മളെ അനുസരിക്കുകയുള്ളൂ, അല്ലേ? എൻ്റെ മുകളിലുള്ള എൻ്റെ മേലുദ്യോഗസ്ഥനെ ഞാൻ അനുസരിക്കുമ്പോൾ, ആ വ്യക്തിക്ക് വിധേയനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ, എൻ്റെ കീഴിലുള്ളവരും എന്നെ അനുസരിക്കുന്നവരായി മാറും, എനിക്ക് വിധേയപ്പെട്ടു നിൽക്കും. ഇതുപോലെ ഞാൻ ദൈവത്തിന് വിധേയപ്പെടുന്നു എങ്കിൽ എൻ്റെ കീഴിൽ സാത്താൻ വരും, അല്ലെങ്കിൽ സാത്താൻ എനിക്ക് വിധേയപ്പെടും. ഞാൻ ദൈവത്തിന് വിധേയപ്പെടാതെ, ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ നടന്നാലോ സാത്താനൊന്നും എനിക്ക് വിധേയപ്പെടുകയില്ല. അവന് നമ്മൾ വിധേയപ്പെടും. സാത്താൻ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതാണ് കേഫായുടെ പുത്രന്മാർക്ക് സംഭവിച്ചത്. പൗലോസ്ലീഹ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പല അത്ഭുതങ്ങളൊക്കെ ചെയ്ത് നാട് മുഴുവൻ അറിഞ്ഞു. അവസാനം ഒരു അശുദ്ധാത്മാവിനെ ഒരു സ്ത്രീയിൽ കടന്നുകൂടിയ ഒരു അശുദ്ധാത്മാവിനെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അശുദ്ധാത്മാവെ വിട്ടു പോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അശുദ്ധാത്മാവ് വിട്ടുപോയി. ആ ദേശത്തുള്ളവരെല്ലാം അത് അറിഞ്ഞു. അപ്പോൾ കേഫായുടെ പുത്രന്മാർ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, എടാ ഇത് കൊള്ളാമല്ലോ, എടാ യേശുവിൻ്റെ നാമം പറഞ്ഞ പിശാചൊക്കെ വിട്ടുപോകും അല്ലേ? അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നമ്മളൊരു ഹീറോയാകുമല്ലോ.
നമ്മളൊരു താരമായി മാറുമല്ലോ എന്ന് അവർ കണക്ക് കൂട്ടി. എന്നാൽ മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇത് നല്ലതാണല്ലോ എന്ന് കരുതി ഇവരും യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരാൾ എന്നെ കണ്ടു. കേഫായുടെ പുത്രന്മാർ പൗലോസ് ചെയ്യുന്നത് കണ്ടിട്ട് അതേപടി തന്നെ അവനിൽ കടന്നുകൂടിയ പിശാചിനോട് പറഞ്ഞു, നസറനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടപ്പാൻ പറഞ്ഞു. എന്തായാലും അവന് കൂടിയിരുന്ന ആ ആത്മാവ് വിട്ടു പോകുന്നത് ഇവൻ്റെ അകത്തോട്ടാണ് വന്നത്. ഈ കേഫായുടെ 2 പുത്രന്മാരിലേക്കും ആ പിശാച് ഇറങ്ങി വന്ന് ഇവന്മാരെ ഉപദ്രവിച്ച് ഇവന്മാർ ഓട്ടുക, ഇവന്മാരുടെ തുണിയും പറിച്ചിട്ട് ഓടുകയാണ്. ഇവരെ നഗ്നരാക്കി ഉപദ്രവിച്ച് വലിയ അപകടമുണ്ടാക്കി. ഹല്ലേലൂയ. പൗലോസ്ലിയ എന്തുകൊണ്ടാണ് കൽപ്പിച്ചപ്പോൾ അശുദ്ധാത്മാവ് വിട്ടുപോയത്? പൗലോസ്ലിയ ദൈവത്തിന് വിധേയപ്പെട്ടവനായിരുന്നു, ദൈവത്തിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തവനായിരുന്നു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന് വിധേയപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിൻ്റെ കീഴിലേക്ക് വന്നയാളാണ് പൗലോസ്ലിയ. അതുകൊണ്ടാണ് പൗലോസ്ലിയ അശുദ്ധാത്മാവിനോട് കൽപ്പിച്ചപ്പോൾ അശുദ്ധാത്മാവ് വിട്ടുപോയത്. അശുദ്ധാത്മാവ് യവൻ്റെ വാക്കിനെ അനുസരിച്ചത്, വിധേയപ്പെട്ടത്. എന്നാൽ ഇത് കണ്ടുകൊണ്ട് കേഫായുടെ പുത്രന്മാർക്ക് അവർക്ക് ദൈവമായിട്ടോ ദൈവവചനമായിട്ടോ വിശുദ്ധിയായിട്ടോ ദൈവകൽപ്പനയായിട്ടോ ഒന്നും ഒരു ബന്ധവും ഇല്ല. അവർ ദൈവത്തിന് വിധേയപ്പെട്ടിട്ടില്ല. ദൈവത്തിന് വിധേയപ്പെടുക, വചനത്തിന് വിധേയപ്പെടുക ഇതറിയില്ലായിരുന്നു അവർക്ക്. അവരെന്ത് ചെയ്യും? അവർ യേശുവിൻ്റെ നാമം ഇങ്ങോട്ട് എടുത്തിട്ട് നാമത്തിലും കൽപ്പിച്ചു. എന്തായാലും മറ്റവനിൽ കയറിയ പിശാച് ഇങ്ങോട്ട് വന്ന് ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ പറയുന്ന ഈ ശബ്ദം കേൾക്കുന്നതിൻ്റെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, തിന്മയുടെ മേൽ, അന്ധകാര ശക്തിയുടെ മേൽ, പൈശാച ശക്തിയുടെ മേൽ നമുക്കൊരു ജയമുണ്ട്. നമുക്ക് ജയമെടുക്കാൻ പറ്റും. പിശാച് നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ കൽപ്പിച്ചാൽ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിധേയപ്പെടും. നിങ്ങളുടെ കൽപ്പനകളെ അനുസരിക്കും സാത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആർക്കാണ് തിന്മ വിധേയപ്പെടുന്നത്, കീഴ്പ്പെടുന്നത്? ദൈവത്തിന് വിധേയപ്പെടുവിൻ. അതാണ് യാക്കോബ് പറയുന്നത്, ദൈവത്തിന് നിങ്ങൾ വിധേയപ്പെടുവിൻ, അപ്പോൾ പിശാച് നിങ്ങളെ വിട്ടു പോകും. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ? പ്രാക്ടിക്കലായിട്ട് ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിന്, ദൈവഹിതത്തിന്, ദൈവ ഇഷ്ടത്തിന്, ദൈവ ആലോചനകൾക്ക് ഞാൻ വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം ഞാൻ എൻ്റേതായി സ്വീകരിക്കുക, അതിനെ ഞാൻ ഒബേ ചെയ്യുക, അനുസരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അപ്പോൾ യേശുവിൻ്റെ ചിന്തകളെ, യേശുവിൻ്റെ പദ്ധതികളെ, യേശുവിൻ്റെ പ്ലാനുകളെ, യേശുവിൻ്റെ വഴികളെ എൻ്റേതായി ഞാൻ സ്വീകരിക്കുന്നതിനെയാണ് ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, 2 കൊരിന്തോസ് 10-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. വചനം എന്താ പറയുന്നത്? ഞങ്ങൾ ജഡത്തിലാണെങ്കിലും ഞങ്ങൾക്കൊരു പോരാട്ടമുണ്ട്, അത് ജഡീക പോരാട്ടമല്ല. ഞങ്ങൾ ജഡത്തിലാണെങ്കിലും ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്കൊരു പോരാട്ടമുണ്ട്, അത് ജഡീകമായ ഒരു പോരാട്ടമല്ല, ആത്മീയ പോരാട്ടമാണ്. നമ്മുടെ ആയുധങ്ങൾ ജഡീകമല്ല, പിന്നെയോ ആത്മീയമായ ആയുധങ്ങളാണ്. ദൈവത്തിൽ അവ ശക്തമത്രേ എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അപ്പോൾ നമുക്ക് പ്രിയമുള്ളവരെ, നമ്മൾ ജഡത്തിലാണ്, ശരീരത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു ജഡമുണ്ട്. അപ്പോൾ നമ്മൾ ശരീരത്തിലാണെങ്കിലും നമ്മൾ ആത്മീയ വ്യക്തികളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജഡീക മനുഷ്യരല്ല. ജഡത്തിലാണ്, പക്ഷേ ജഡീക മനുഷ്യരല്ല. ശരീരമുണ്ട്, ശാരീരിക മനുഷ്യരല്ല. ഇപ്പം മനസ്സിലായോ? അപ്പം നമുക്കൊരു ശരീരമുണ്ട്, പക്ഷേ നമ്മൾ ആത്മീയ മനുഷ്യരാണ്. നമ്മുടെ അകത്തൊരാത്മാവുണ്ട്. നമ്മൾക്കൊരു ജഡമുണ്ട്, പക്ഷേ നമ്മൾ ജഡീയ മനുഷ്യരല്ല, ആത്മീയ മനുഷ്യരാണ്. ഈ വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ ജഡത്തിലാണെങ്കിലും നമ്മുടെ പോരാട്ടം ജഡീകമല്ല, ആത്മീയമാണ്. ആരോടാണ്? തിന്മയ്ക്കെതിരെ, സാത്താനെതിരെയുള്ള ഒരു വലിയൊരു പോരാട്ടമാണ് നമുക്കുള്ളത്. നമ്മുടെ സമര ആയുധങ്ങൾ ജഡീകമല്ല, ആത്മീയമാണ്. സ്പിരിച്വൽ വെപ്പൺസാണ് നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത്. ദൃശ്യമായവയല്ല നമ്മുടെ ആയുധങ്ങൾ. ഇപ്പോൾ യേശു പറഞ്ഞില്ലേ, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ കാണാവുന്ന വിധത്തിലുള്ള ഈ ലോകത്തിലുള്ള ഒരു രാജ്യമല്ല എൻ്റേത്. അദൃശ്യമായ ആത്മമണ്ഡലത്തിലുള്ള ഒരു രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല. വിശ്വാസത്തിൻ്റെ കണ്ണാലാണ് കാണാനും അനുഭവിക്കാനും പറ്റുന്നത്. ഒരാത്മമണ്ഡലം ഇവിടെയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ തന്നെ, ഈ ദൃശ്യമായ ലോകത്ത് തന്നെ ഒരു അദൃശ്യമായ ഒരു ആത്മമണ്ഡലമുണ്ട്, ഒരു സ്പിരിച്വൽ വേൾഡുണ്ട്. ഹല്ലേലൂയ. അവിടെ ആണ് തിന്മയുടെ വ്യാപാരങ്ങൾ. തിന്മയും അരൂപിയാണ്. അപ്പോൾ നമ്മുടെ ഈ ആയുധങ്ങൾ എന്ന് പറഞ്ഞത് ആത്മീയ ആയുധങ്ങളാണ്, ജഡീകമായ ആയുധങ്ങളല്ല. ദേഷ്യം, അരിശം, കുശുമ്പ്, കുന്നായ്മ, ചീത്ത പറയുക, തെറി പറയുക, ഇങ്ങനെ ഭൗതികമായിട്ടുള്ള തട്ടിപ്പോ വെട്ടി, ഇതൊന്നും അല്ല നമ്മുടെ ആയുധങ്ങൾ. മറ്റുള്ള വ്യക്തിയോട് നമ്മൾ തെറി പറയുമ്പോൾ അതൊക്കെ ഭൗതികമാണത്. അങ്ങനെ നമ്മൾ ഏറ്റുമുട്ടേണ്ടവരല്ല. നമ്മൾ വ്യക്തികളോട് വ്യക്തിപരമായിട്ട്, ദൃശ്യമായി, ശരീരം കൊണ്ട്, വാക്കുകൊണ്ട് നമ്മൾ ഏറ്റുമുട്ടേണ്ടവരല്ല. നമ്മുടെ ഒരു ആത്മീയ ലോകത്താണ്, ആത്മീയ വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് വേണം ഇതിനെല്ലാം നമ്മൾ കാണുവാൻ. അപ്പോൾ നമ്മൾ ജഡത്തിലാണെങ്കിൽ നമ്മുടെ ഒരു പോരാട്ടം ജഡീകമല്ല, ആത്മീയമാണ്. ആത്മീകമായ ആയുധമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ. ആത്മീകമായ ആയുധം വേണം നാം ഇവിടെ ഉപയോഗിക്കുവാൻ. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല. ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ ശക്തമാണ്. ദുർഗമങ്ങളായ കോട്ടകളെ തകർക്കാൻ അവ ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ദുർഗമങ്ങളായ കോട്ടകൾ? നമ്മുടെ മുൻപിൽ സാത്താൻ ഉയർത്തുന്ന വലിയ കോട്ടകളുണ്ട്. സാത്താൻ ഉയർത്തുന്ന കോട്ടകൾ, തിന്മയുടെ കോട്ടകൾ, പൈശാചിക കോട്ടകൾ, ചിന്തകളുടെ കോട്ടകൾ, നെഗറ്റീവായ കോട്ടകൾ, അശുദ്ധമായ ചിന്തകളാകുന്ന കോട്ടകൾ, വിദ്വേഷത്തിൻ്റെ കോട്ടകൾ, പാപത്തിൻ്റെ കോട്ടകൾ, ഇങ്ങനെ അനേകം കോട്ടകൾ. ജെറീക്കോ കോട്ട തിന്മ ഉയർത്തിക്കെട്ടിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ആശയം മനസ്സിലായി കാണുന്നത്, കാനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനത്തിന് കടന്നു പോകുന്നതിന് തടസ്സമായി ഇടയ്ക്ക് നിന്ന ഒരു സാധനമാണ് ജെറീക്കോ കോട്ട. ആ ജെറീക്കോ കോട്ട തകർത്തിട്ടാണ് ഇസ്രായേൽ ജനം അപ്പുറത്ത് കടന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോയത്. ഇതുപോലെ നമ്മുടെ മുൻപിൽ സാത്താൻ ഉയർത്തുന്ന ദുർഗമങ്ങളായ വലിയ കോട്ടകളുണ്ട്, തിന്മയാകുന്ന കോട്ടകൾ. ഈ കോട്ടകളെ തകർക്കാൻ ദൈവം നമുക്ക് നൽകിയ ആയുധങ്ങൾ ശക്തമാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഈ സാത്താൻ്റെ കോട്ടകൾ, സാത്താൻ്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത്? അതാണ് ഈ തിരുവചന ഭാഗത്ത് 2 കൊരിന്തോസ് അതിൻ്റെ 10-ാം അധ്യായം
4-5 വാക്യങ്ങളിൽ പറയുന്നത്, ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ എല്ലാ വാദമുഖങ്ങളെയും തകർക്കുകയും ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ എല്ലാ വാദമുഖങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്തകളെയും ഞങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തുവിനെതിരെ വരുന്ന ചിന്തകൾ, ക്രിസ്തീയമല്ലാത്ത ചിന്തകൾ, ആത്മീകമല്ലാത്ത ചിന്തകൾ, ഭൗതികമായ ചിന്തകൾ, ജഡീയമായ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, അവിശ്വാസത്തിൻ്റെ ചിന്തകൾ, ഇതെല്ലാമാണ് സാത്താൻ തൊടുത്തുവിടുന്ന സാത്താൻ്റെ കോട്ടകൾ എന്ന് പറയുന്നത്. ദുർഗമങ്ങളായ സാത്താൻ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന കോട്ടകളാണ് ഈ കാര്യങ്ങളൊക്കെ. അസാധ്യത്തിൻ്റെ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, പരാജയ ചിന്തകൾ, ഭൗതിക ചിന്തകളും ആഗ്രഹങ്ങളും, ലോകത്തോട് സമമാക്കുന്ന ചിന്തകളും ആശയങ്ങളും, ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയാണ് സാത്താൻ. ഹല്ലേലൂയ. എവിടെയാ? നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇങ്ങനെയുള്ള വാദമുഖങ്ങളെ തകർക്കാൻ അവ ശക്തമാണ്. ഏത്? ദൈവം നമ്മളിൽ നൽകിയിരിക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ. ഈ ആയുധം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് ക്രിസ്തുവിനെതിരായ ചിന്തകളെ നമ്മൾ തകർക്കണം. എങ്ങനെ തകർക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവായ ചിന്തകൾ മാറട്ടെ, പരാജയപ്പെടട്ടെ, എന്നെ വിട്ട് പോകട്ടെ എന്ന് കൽപ്പിച്ച് നമ്മൾ പറയണം. പ്രിയമുള്ളവരെ, കൽപ്പിച്ച് പറയണം. നമ്മൾ യേശുവേ, എനിക്ക് നല്ലൊരു പദ്ധതി ഉണ്ടെന്ന് പറയണം. നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളിയെന്ന് പറയുമ്പോൾ ഞാൻ പറയണം, ദൈവത്തിൻ്റെ മകനാണ് ഞാൻ, ദൈവത്തിൻ്റെ മകളാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് പറയണം. എനിക്കൊരു കഴിവുമില്ലെന്ന് സാത്താൻ പറയുമ്പോൾ പറയണം, അല്ല, ദൈവത്താൽ ഞാൻ ശക്തനാണ്, ഞാൻ കഴിവുള്ളവനാന്ന് പറയണം. എനിക്കിതിനകത്ത് ജയിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ, ഇല്ല, എന്നെ ശക്തനാക്കുന്നതോടെ എനിക്ക് ജയിക്കാൻ പറ്റും. എനിക്കൊരു ഭാവിയില്ല എന്നുള്ള ചിന്ത സാത്താൻ തരുമ്പോൾ പറയണം, ഇല്ല, എനിക്ക് ഉന്നതമായൊരു ഭാവിയുണ്ട്. ജെറമിയ 29:11 എന്നിലുണ്ട് എന്ന് പറയണം. തിന്മ കൊണ്ടുവരുന്ന സാത്താൻ അയക്കുന്ന ഇങ്ങനെയുള്ള അവൻ്റെ ആയുധങ്ങളെന്താ? ഈ ചിന്തകളെ നമ്മൾ ദൈവീക ചിന്തയാകുന്ന ആയുധത്താൽ നമ്മൾ വെട്ടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവീക ആലോചനകൾക്ക്, ദൈവീക ചിന്തകൾക്ക്, ദൈവീക പദ്ധതികൾക്ക്, ദൈവ വചനത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുന്നതിലൂടെയാണ് ദൈവത്തിന് നമ്മൾ വിധേയപ്പെടുന്നത്. അത് മനസ്സിലാക്കണം. അപ്പം ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കൈകൂപ്പി വണങ്ങുന്നത് മാത്രമാണോ? അല്ല, അങ്ങനെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ഭൗതികമായിട്ടാണ്. അപ്പം ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവീക പദ്ധതിക്ക്, ദൈവീക ഹിതത്തിന്, ദൈവവചനത്തിന്, ദൈവ ആലോചനകൾക്ക്, ദൈവീക ചിന്തകൾക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, വിട്ടുകൊടുക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ? ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണമുണ്ടോ? പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. അപ്പം ദൈവഹിതത്തിന് തന്നെ മാതാവ് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ യേശുവിന്, ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത മാതാവിനെ, പ്രൈസലോ, അടുത്തോട്ട് സാത്താൻ ചെല്ലുവോ? അതാണ് സാത്താൻ്റെ തലയെ തകർക്കുവാൻ മാതാവിൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവഹിതത്തിന്, ദൈവ പദ്ധതിക്ക്, ദൈവവചനത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെയാണ് ഞാൻ ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തിയെ
പിശാചിന് തൊടാൻ പറ്റിയല്ല, പിശാച് വിട്ടുപോകും. പിശാചിനെ നിനക്ക് വിധേയപ്പെടുത്താൻ പറ്റും. നിന്റെ കീഴിലേക്ക് പിശാച് വരുന്ന അനുഭവം ഉണ്ടാകും. ഈ ഒരു കൃപ, ഒരു അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന്, ദൈവവചനത്തിന് ഏൽപ്പിച്ചു കൊടുക്ക്. ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയൊരു അഭിഷേകം ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇപ്പോൾ തന്നെ ഒരു പുതിയ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്ക് വിധേയപ്പെടുവാൻ, നിന്റെ വചനത്തിന് വിധേയപ്പെടുവാൻ ഒരു പുത്തൻ അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തെ, നിന്റെ ഹിതത്തെ, നിന്റെ പദ്ധതികളെ സ്വീകരിക്കുവാനും നിന്റെ ഹിതത്തിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു നൽകുവാനും, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ, പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ദൈവഹിതത്തിന് തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് വിധേയപ്പെടുത്തുന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ഇവർ കടന്നു വരുവാൻ തക്ക വിധം കൃപ ഇവരുടെ മേൽ ഇപ്പോൾ തന്നെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ലോകത്തിൻ്റെ ചിന്തകൾ മാറട്ടെ, സാത്താൻ്റെ പദ്ധതികൾ മാറട്ടെ. ദൈവ ചിന്തകളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, സാത്താനെതിരെ ചെറുത്തു നിൽക്കാൻ കൃപ ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് വിധേയപ്പെടുന്ന വലിയൊരു സമൂഹമുണ്ടാകുവാൻ, ദൈവവചനത്തെ അനുസരിക്കുന്ന വലിയൊരു സമൂഹമുണ്ടാകുവാൻ കർത്താവേ നീ ഒരുക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന 10,000ങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, 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 ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.